ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു ചെമ്മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാനായി പോകുന്നത്. ഇതിനായി 1/2 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ചെമ്മീൻ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം കഴുകി വെച്ചിട്ടുണ്ട്. ഒരു നാളികേരം ചിരവിയത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചതിന് ശേഷം അതിൻ്റെ 1/4 പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ നാളികേരപ്പീരയിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചതിന് ശേഷം 2/2 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ചെമ്മീൻ കറിയിലേക്ക് ആവശ്യമായ മറ്റു സാധനങ്ങൾ: 1 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു വലിയ തക്കാളി നീളത്തിൽ മുറിച്ചത്, 7 ചുവന്നുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 2 അല്ലി കുടംപുളി, 3 തണ്ട് വേപ്പില. മൺചട്ടിയിൽ ചെമ്മീൻ ഇട്ടതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, ഉപ്പ്, തക്കാളി, നാളികേരത്തിൻ്റെ 2/2 പാൽ, കുടംപുളി, വേപ്പില എന്നിവ ഇട്ടതിന് ശേഷം നന്നായി യോജിപ്പിക്കണം. അടുപ്പത്ത് വെച്ച് ചെറുതായി ചൂടാവുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് എന്നിവ ചതച്ചത് ഇടണം. നന്നായി തിളയ്ക്കുമ്പോൾ മൂടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ചെറുതീയിൽ നന്നായി വേവിക്കാം. ചാറ് നന്നായി കുറുകി വരുമ്പോൾ നാളികേരത്തിൻ്റെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കണം. നന്നായി തിളച്ചു തുടങ്ങിയാൽ കറി അടുപ്പത്ത് നിന്ന് മാറ്റാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം.
വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളിയും കുറച്ച് വേപ്പിലയും ഇട്ട് മൂപ്പിക്കണം. ചുവന്നുള്ളിയും വേപ്പിലയും മൂത്തതിന് ശേഷം അത് കറിയിലേക്ക് ഒഴിക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ കഴിയുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു ചെമ്മീൻ കറി തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. Thank you for watching.